ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി നോക്കാം കേട്ടോ. അതിനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നല്ലതായിട്ട് ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പൂക്കിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് മറ്റൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത സമയത്ത് ഷബ്നാഷ്മിൻ്റെ റെസിപ്പി കണ്ടതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴെന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പിയിൽ. ഇപ്പോൾ അതാ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് മാറ്റി വെച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് ഒരു മുട്ടയും അല്പം പാലും പിന്നെ ഏലക്കായ പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവരതിൽ പഞ്ചസാര ഏലക്കായപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാനിതിലത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് കോൺഫ്ലെക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ബ്രെഡ് ഉണ്ടല്ലോ അത് നമ്മളുടെ ഈ ഒരു എഗ്ഗ് മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. 2 സൈഡും അതുപോലെ തന്നെ 4 വശങ്ങളും നല്ലതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കോൺഫ്ലെക്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ കോൺഫ്ലെക്സ് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വാരിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റും ഈ ഒരു കോൺഫ്ലെക്സ് കൊണ്ട് കവർ ചെയ്തിരിക്കണം. അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ മുകളിലൊക്കെ നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മുരിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഉള്ളിൽ കുക്കാവാനൊന്നുമില്ല. പുറത്ത് നമ്മളുടെ ഈ ഒരു എഗ്ഗ് മിക്സ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കുക. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 4 വശം കൂടെ ഞാനിതുപോലെ ഒന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൂടോടെയും കഴിക്കാം തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. ഞാൻ ചൂടോടെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കഴിക്കുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഹണിയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അല്പം ഹണിയും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്നൊക്കെ മധുരം കഴിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇവിടെ മോൾക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ട് ടിഫിനാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ടിഫിനിലും കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്